നമസ്കാരം, സുൽത്താനാണ്. കേരളക്കര ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു നാറി, ഒരു പരമനാറി, ഒരു സ്ത്രീലമ്പടൻ. എനിക്ക് അവനെ ഇതൊക്കെ പറഞ്ഞിട്ട് മതിയാവുന്നില്ലെന്നുള്ളതാണ്. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്ന് ഞാൻ സെക്സ് ചാറ്റ് ചെയ്യാറുണ്ടെന്നും അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഞാൻ അന്തസ്സോടുകൂടി പറയുകയാണ്, ഞാൻ സെക്സ് ചാറ്റ് ചെയ്യാറുണ്ട്. ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. എത്രത്തോളം മതപതനമാണ് ആ യുവാവിന്റെ സംസ്കാരം നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ ആ യുവാവിന്റെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ആ യുവാവ് സ്വന്തം ശരീരം ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടായി മനസ്സിൽ കരുതി തന്റെ അവയവങ്ങൾ കൊണ്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതോടുകൂടി തന്നെ ആ കോപ്രായത്തെ പറ്റി ആ യുവാവ് ഒരു ഇന്റർവ്യൂവിൽ, ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇനി നാറായില്ല. ഇന്നടക്കം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു അവള്. ഞാൻ ഒരു സ്നാപ്പില് ഒരു പെൺകുട്ടിനായിട്ട് സെക്ഷൽ ടോക്ക് നടത്തുന്നത് ഞാൻ നടത്തിയാണ്. അന്തസ്സായിട്ട് പറഞ്ഞത് ഞാൻ നടത്തിയത് തന്നെയാണ്. ഞാൻ സെക്ഷൽ ടോക്ക് നടത്തി. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അന്തസ്സോടു കൂടിയാണ് സെക്സ് ചാറ്റ് ചെയ്യുന്നത്. എനിക്കതിൽ വളരെയധികം അന്തസ്സാണ്. എൻ്റെ കുടുംബക്കാർക്ക് വളരെയധികം അന്തസ്സാണ്. ഇങ്ങനെയാണ് ഒരു യുവാവ് ഒരു ഇന്റർവ്യൂ, ഒരു സോഷ്യൽ മീഡിയ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഒരു യുവാവ് പറയുകയാണ്, ഞാൻ അന്തസ്സോടുകൂടി പറയുന്നു, ഞാൻ സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യയോടല്ല, പിന്നെ ആരോടാ? ഒരു അന്യ യുവതിയോട് ഞാൻ സെക്സ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ ഇല്ലാത്തപ്പോഴാ. അത് ഇവള് ഉള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഒന്ന് പറയാം, ഞാൻ ഇവളെ ഒഴിവാക്കി. അല്ലാതെ ഇവൾക്ക് മുൻപ് ഞാൻ എന്ത് നടന്നോ എന്തിതാക്കി ഞാൻ അവളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പിന്നെ അവൾ എന്റെ അന്വേഷിക്കേണ്ട കേസില്ല. എൻ്റെ ഭാര്യ ഇല്ലാത്തപ്പോഴാണ് ഞാൻ എൻ്റെ ഭാര്യയെ പറ്റി അന്വേഷിക്കാൻ പോയിട്ടില്ല. അവൾ ആരത്തേലും കൂടെ സെക്സ് ചാറ്റ് ചെയ്യുന്നോ അല്ലെ അവരാരെങ്കിലും കൂടെ റൂം എടുക്കുന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് അവൾ എന്നെയും അന്വേഷിക്കണ്ട. ഞാൻ അന്തസ്സോടുകൂടി സെക്സ് ചാറ്റ് ചെയ്യുന്നു. എന്താല്ലേ, കേരളക്കര അഭിമാനിക്കേണ്ട നിമിഷമല്ലേ ഇത്? ആ യുവാവിൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് രോമാഞ്ചം പൊങ്ങി വരേണ്ട സമയമല്ലേ കേരളക്കരയ്ക്ക്? ഞാൻ ഒരു ചോദ്യം ചോദിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എനിക്ക് ലല്ലു നിന്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കേണ്ടത്. ഒരു യുവാവ് അല്ലെങ്കിൽ മറ്റൊരു അന്യ പുരുഷൻ ലല്ലുവിൻ്റെ വീട്ടിൽ വന്ന് ലല്ലുവിൻ്റെ മാതാവിനെയോ അല്ലെങ്കിൽ ലല്ലുവിൻ്റെ സഹോദരിയെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സഹോദരിയോടോ അമ്മയോടോ മോശമായിട്ട് പെരുമാറുകയാണ്. മോശമായിട്ട് പെരുമാറി അത് ഇതുപോലെയുള്ള നീല ഇന്റർവ്യൂകൾ പടച്ചുവിടുന്ന ചാനലുകളിൽ വന്ന് ഞാൻ പറയുകയാണ്, ഞാൻ അഭിമാനത്തോടു കൂടി ലല്ലുവിൻ്റെ അമ്മയെ അല്ലെ ലല്ലുവിൻ്റെ സഹോദരിയെ അല്ലെ ലല്ലുവിൻ്റെ ഭാര്യയെ ഞാൻ അഭിമാനത്തോടു കൂടി അത് ചെയ്തു അല്ലെ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലല്ലു സമ്മതിക്കൂ? പോട്ടെ, അവൻ്റെ കേസ് വിട്. എന്നാൽ ഞാനൊരു കാര്യം കേരള ജനക്കൂട്ടത്തോട് അല്ലെ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ജനങ്ങൾ, ഇത് കാണുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഈ ലല്ലുവിനെ പോലെയുള്ള വുമനൈസർ പീഡന വീരന്മാർ നിങ്ങളുടെ പെങ്ങൾക്കോ നിങ്ങളുടെ സഹോദരിക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ഇതുപോലെയുള്ള അവന്റെ പറച്ചിൽ പ്രകാരം അന്തസ്സോടി കൂടിയുള്ള പെരുമാറ്റങ്ങളുമായി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും?